പൗരസ്ത്യ കാനോന സംഹിതയിൽ പരാമർശമില്ലാത്തതും എന്നാൽ ലത്തീൻ സഭയുടെ ക്യാനൻ നിയമത്തിൽ 349 മുതൽ 359 വരെയുള്ള ക്യാനോനുകളിൽ വിശദമായ നിയമം ഉൾക്കൊള്ളുന്നതുമായ കർദിനാൾ സംഘത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം കോൺക്ലേവിൽ പങ്കെടുത്ത് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുക എന്നത് തന്നെയാണ്. എങ്കിലും സാർവത്രിക സഭയെ ഭരിക്കാനും നയിക്കാനുമുള്ള മാർപ്പാപ്പയുടെ ദൗത്യത്തിൽ അദ്ദേഹത്തോട് ഏറ്റവും അധികം സഹകരിക്കുന്നവരാണ് കർദിനാൾമാർ. പദവിയിൽ മാർപ്പാപ്പയ്ക്ക് തൊട്ടടുത്ത സ്ഥാനം അലങ്കരിക്കുന്നവർ. മാർപ്പാപ്പയാൽ തെരഞ്ഞെടുക്കപ്പെട്ട് കൺസിസ്റ്ററിയിൽ വെച്ച് മാർപ്പാപ്പയാൽ കർദിനാൾ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്ന ഇവർ മരണം വരെ കർദിനാൾ സംഘത്തിന്റെ അംഗങ്ങളായിരിക്കും. എങ്കിലും അതിൽ 80 വയസ്സ് പൂർത്തിയാക്കിയവർക്ക് പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാൻ കോൺക്ലേവിൽ വോട്ടവകാശം ഉണ്ടായിരിക്കുകയില്ല. കർദിനാൾ എന്ന വാക്കിന്റെ ഉത്ഭവം കാർഡോ എന്ന ലത്തീൻ വാക്കിൽ നിന്നാണ്. കാർഡോ എന്നാൽ ലത്തീൻ ഭാഷയിൽ വിജാഗിരി എന്നാണ് അർത്ഥം. ഒരു വാതിലിന് വിജാഗിരി എത്രമാത്രം പ്രാധാന്യമുള്ളതാണോ അതുപോലെ ആളുകളുടെ വാതിലായ ക്രിസ്തുവിന്റെ വികാരിയായ മാർപ്പാപ്പയുടെ സഭയെ ഭരിക്കുന്ന ശുശ്രൂഷയിൽ വളരെ പ്രധാനമായ ഒരു ദൗത്യം നിർവഹിക്കുന്നവരാണ് കർദിനാൾമാർ. കത്തോലിക്ക സഭയുടെ ഹയറാർക്കിയിൽ 2ാം സ്ഥാനത്ത് കാണപ്പെടുന്ന കർദിനാൾമാർ മഹാനായ ഗ്രിഗറി മാർപ്പാപ്പയുടെ കാലം മുതലെങ്കിലും പ്രസ്തുത പേരിലും ഔന്നത്യത്തിലും അറിയപ്പെടുകയും മാർപ്പാപ്പമാരെ തെരഞ്ഞെടുക്കുക തുടങ്ങി കത്തോലിക്ക സഭയുടെ റോമിലെ ഭരണത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുകയും ചെയ്തിരുന്നു.